ഇന്നലെ നമ്മുടെ നാട്ടിലൊരു വിദ്വാൻ വന്ന് ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയിട്ട് പോയി. മലപ്പട്ടംകാരെ അങ്ങ് വിഴുങ്ങിക്കളിയുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ധീരജിനെ കുത്തിയ കത്തി അത് അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല, അത് വേണമെങ്കിൽ ഇനിയും എടുക്കും. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ആ കത്തിയെടുത്തിട്ട് വന്നു നോക്ക്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരു പുഷ്പചക്രം ഇവിടെ കരുതി വെക്കും, മനസ്സിലായിക്കൊള്ളുക. എന്താ ധരിക്കുന്നത്? ഈ നാട്ടിൽ വന്നിട്ട് വെല്ലുവിളിക്കാനാ? ഇതിനൊന്നും മറുപടി പറയാൻ അറിയാത്തവരല്ല ഞങ്ങൾ. എന്തൊക്കെ തോന്നിയാസം വന്നിട്ട് പറയാന്നാ? ഈ മലപ്പട്ടത്തിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാടിന്റെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പലരും പരിഹസിക്കാറില്ലേ കണ്ണൂര് പാർട്ടി ഗ്രാമം? എങ്ങനെയാ പാർട്ടി ഗ്രാമം ഉണ്ടായത്? പാർട്ടി ഗ്രാമം എന്ന് നിങ്ങൾ പരിഹസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സ്വാധീന കേന്ദ്രങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുള്ള കേന്ദ്രങ്ങൾ വെറുതെ ഉണ്ടായതല്ല. അത് ജീവൻ നൽകി ഉണ്ടാക്കിയതാണ്. കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായലും മുനയങ്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും പാടിക്കുന്നിലും നടത്തിയിട്ടുള്ള ജീവൻ നൽകി നടത്തിയ പോരാട്ടങ്ങളുടെ ഫലമാണ് ഈ നാട്. നിങ്ങൾ മനസ്സിലാക്കോ? ഞാൻ ഈ പുഷ്പചക്രം കരുതി വെക്കുമെന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മാതിരി പണിയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ വേണ്ടാത്തത് ചെയ്യരുത്, പറയരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതിന്റെ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലത്തല്ലേ സഖാവ് ധീരജിന്റെ വീട്? ആ ധീരജിന്റെ അച്ഛനിത് കേൾക്കൂലേ? സ്വന്തം മകന്റെ രക്തസാക്ഷിത്വത്തിൽ വേദനയോടെ നിൽക്കുന്ന ആ മാതാപിതാക്കൾ ഇത് കേൾക്കില്ലേ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ബടായി പറയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചിട്ട് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ആഫീസും ആക്രമിച്ചിട്ട് നിങ്ങൾ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഔദാര്യത്തില് വിട്ടതാണ് എന്ന് മനസ്സിലായിക്കോ. ഈ നാടിന്റെ സവിശേഷതയാണ്. ഇതിനൊന്നും ആ രീതിയിൽ മറുപടി പറയാൻ വേണ്ടി അറിയാത്തവരല്ല ഈ പ്രദേശത്തുള്ള ജനങ്ങൾ. പക്ഷെ ഞങ്ങളെ പണി അതല്ല. എന്താ ഇവിടെ സംഭവിച്ചേ? യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ നേതൃത്വത്തിൽ ചൂളിയാട് മുതൽ ഇവിടെ വരെ 5-6 കിലോമീറ്റർ നീളത്തിൽ ജാഥ. ആ ജാഥയുടെ ഭാഗമായി സംഘർഷമുണ്ടായി പോലും. മലയാള മനോരമ കൊടുത്തിട്ടുള്ള വാർത്തകളൊന്ന് നോക്കണം. മലപ്പട്ടത്ത് സംഘർഷം, പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപവും തകർത്തു. ആ വാർത്ത ഞാൻ വായിക്കുക. യൂത്ത് കോൺഗ്രസ് നേതാവ് സനീഷിന്റെ അടുവാപ്പുറത്തെ പറമ്പിൽ സ്ഥാപിച്ച ഗാന്ധി സ്തൂപം തകർത്തതാണ് സംഘർഷങ്ങളുടെ തുടക്കം. പ്രിയപ്പെട്ടവരെ, അതാണോ തുടക്കം? ആണോ? ഈ നാട്ടിലെ ജനങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, അതാണോ തുടക്കം? ആണോ? അവിടെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഉദ്ഘാടനത്തിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ പ്രചരണ ബോർഡ് കണ്ണൂർ വെച്ചപ്പോ ആ ബോർഡ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സംഘം വന്നിട്ട്, സാധാരണ നിലയിൽ നമുക്ക് മനസ്സിലാക്കുക, ചിലപ്പോൾ ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും അനുഭാവികളൊക്കെ ആയിട്ട് ചിലരൊക്കെ കുറച്ച് ആവേശം മൂത്തിട്ട് ഈ ബോർഡെല്ലാം ചിലപ്പോൾ ചവിട്ടി പൊട്ടിച്ചേക്കും. അത് മനസ്സിലാക്കാം, പോട്ടെ. പക്ഷെ ചെയ്യുന്ന ആരാ? ഈ പറഞ്ഞ വിദ്വാൻ എന്ന് പറഞ്ഞ ആരാ? യൂത്ത് കോൺഗ്രസിന്റെ തേരാപ്പാര നടക്കുന്ന ആളാണോ? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാവല്ലേ? അവിടെ ആ ബോർഡ് അടിച്ചു തകർത്ത മുഴുവൻ ആളുകളും യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ KSU-വിന്റെയും സംസ്ഥാന ജില്ലാ പ്രധാനപ്പെട്ട നേതാക്കളല്ലേ? പേര് നിങ്ങൾക്കറിയില്ലേ? നേതാക്കന്മാരല്ലേ ചെയ്തിരിക്കുന്നത്? അപ്പൊ എന്താ? അക്രമം ഉണ്ടാക്കുക. നേതൃത്വം തന്നെ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യാണ്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാര് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് അക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? എന്നിട്ടല്ലേ ആ ബോർഡ് തല്ലിപ്പൊളിച്ചേ? ആ ബോർഡ് തല്ലിപ്പൊളിച്ചതിനെ കുറിച്ച് ഇതേ മലയാള മനോരമ, അതല്ലേ തുടക്കം? അക്രമത്തിന്റെ ഈ സംഭവത്തിന് തുടക്കാതല്ലേ? സംഘർഷത്തിന് തുടക്കാതല്ലേ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നോ ഈ മലപ്പട്ടത്ത്? അങ്ങനെയുള്ള ഒരുത്താൻ ഈ നാട്ടിലുണ്ടായപ്പോ നാട്ടുകാരെ ചിലപ്പോ ഒന്ന് ലോഹ്യം പറഞ്ഞിട്ടുണ്ടാവും. ഓനോടല്ല.
നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമാതിരി തോന്നിയാസം കാണിക്കുന്ന, ഇമാതിരി അക്രമം കാണിക്കുന്ന കൊടും ക്രിമിനലുകളാണോ KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ട് വരേണ്ടത്?